ആര്യൻ രചന അളകനന്ദാലിച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ചേച്ചി, അതൊരു വലിയ കഥയാ. ഞങ്ങളുടെ അച്ചുവേട്ടനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ടാ ഏട്ടൻ ഇങ്ങനൊരവസ്ഥയിൽ. ഏട്ടനായിരുന്നു ഞങ്ങൾക്കൊക്കെ എല്ലാം. പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പോൾ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും കൂടെ ബിസിനസ്സിലിറങ്ങി അവരെ ഹെൽപ്പ് ചെയ്തിരുന്ന ഏട്ടൻ. അങ്ങനെ ഒരിക്കൽ വലിയച്ഛനും അച്ഛനും ബിസിനസ് ആവശ്യമായിട്ട് മുമ്പിലേക്ക് ഒരു യാത്ര പോയപ്പോൾ ഏട്ടനെയും കൂട്ടി. പക്ഷേ ആ യാത്രയിൽ അച്ചുവേട്ടൻ മാത്രമേ തിരികെ വന്നുള്ളൂ. ശിവന്ന് തേങ്ങി. അത് കണ്ടത് നീഹയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. അപ്പം അച്ഛനും ചെറിയച്ഛനും? നീയുടെ ഉള്ളിൽ തോന്നിയ സംശയം അവൾ തുറന്നു ചോദിച്ചു. അറിയില്ല ചേച്ചി, ആർക്കും അറിയില്ല. തിരികെ വന്ന അച്ചുവേട്ടന് ഇവിടുന്ന് പോയതുപോലെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അവരെ കാണാതായതും ഇവിടുന്ന് തിരക്കി പോയത് ആകാശേട്ടനും അതിർവേട്ടനും കൂടിയായിരുന്നു. തിരികെ വരുമ്പോൾ അവർക്കൊപ്പം അച്ചുവേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും മനോനില തെറ്റിയ അവസ്ഥയിൽ. എന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല. അച്ഛനെയും വലിയച്ഛനെയും ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ആ അന്വേഷണമൊക്കെ വിഫലമായിപ്പോയി. ഒന്നും എത്താതെ അത് അവസാനിച്ചു. ഇപ്പോഴും അറിയില്ല ചേച്ചി അവരൊക്കെ എവിടെയാണെന്ന്, എന്താ അവർക്ക് സംഭവിച്ചെന്ന്. ഞങ്ങളുടെ അച്ചുവേട്ടൻ എങ്ങനെ ഇങ്ങനെ ആയിന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്തിനാ ദൈവം ഞങ്ങളോട് ഇങ്ങനെ? അതും പറഞ്ഞ് ശിവ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് നീഹയും കരഞ്ഞു. അവൾക്കൊന്നും ചോദിക്കേണ്ടിയിരുന്ന വരെ തോന്നിപ്പോയി. എന്നാൽ എന്തു പറ്റിയതാവും? അവർക്കിപ്പോൾ ജീവനോട് ഉണ്ടാവോ? അച്ചുവേട്ടൻ ആ മനസ്സിന്റെ താളം തെറ്റാത്ത എന്താവും സംഭവിച്ച്? നീയുടെ ഉള്ളിലും ഒരു കടൽ പോലെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ഇരമ്പി. ശിവയുടെയും നീ ആരുടെയും സംസാരം പുറത്തുനിന്ന് കേട്ട കുട്ടുവിന്റെ കണ്ണുകളും ഒരു വേള നിറഞ്ഞു. എനിക്കിങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ എവിടെയാണെന്ന് കണ്ടെത്തിയേ മതിയാവൂ. എൻ്റെ അച്ചുവേട്ടനെ ഈ ഗതി വരുത്തിയത് ആരുടെ ചതിയാണെങ്കിലും അവനെ ഞാൻ കണ്ടുപിടിക്കും. കൃഷ്ണജിത്ത് ഉള്ളിലൊരു പ്രതിജ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ശേഷം അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ആഹാ, നിങ്ങൾ ഇവിടുന്ന് കഥ പറയാണോ? വാ, നിങ്ങൾ താഴെ തിരക്കുന്നുണ്ട്, വാ എടുത്തി. കൃഷ്ണ അവളെ നോക്കിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ അവൻ കാണാതെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഏട്ടനെന്തിനാ നീ ചേച്ചിയെ എടുത്തിന്ന് വിളിക്കുന്നത്? ചേച്ചി ഏട്ടനേക്കാൾ 2 വയസ്സിന് എളുപ്പാ. ശിവ എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. എന്ന് വെച്ച് എനിക്കങ്ങനെ കയറി പേരെ വിളിക്കാൻ പറ്റൂടി? സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, അപ്പം ഞാൻ ഏടത്തിയെന്നാ വിളിക്കണ്ടേ? അല്ലേ ഏടത്തി? ഇല്ലെങ്കിൽ അസുഖമൊക്കെ മാറി വരുമ്പോൾ ഒരാളെൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കും. കൃഷ്ണ ഒരു ചിരിയോടെ പറഞ്ഞു. നീഹയും ശിവയും ചിരിച്ചു പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം ബന്ധുക്കളും ആളുകളൊക്കെ ആ വീടൊഴിഞ്ഞു പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നീയൊക്കെ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം അച്ചുവേട്ടനെ കണ്ടില്ല എന്ന് അവൾ ഓർത്തു. മുറിയിലാവും. ശിവ, അച്ചുവേട്ടൻ ഏട്ടനിപ്പോൾ ഗുളി കഴിച്ച് മയക്കത്തിലാവും ചേച്ചി, ഇത് പതിവാ. അവളൊന്ന് പുഞ്ചിരിച്ചു. മേലെ തലയാട്ടി തിരികെ നടക്കുമ്പോൾ ശിവ പിന്നിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോയേച്ചി, നാളെ വരാട്ടോ. പിന്നെ അച്ചുവേട്ടൻ്റെ ഒപ്പം അങ്ങോട്ട് വരണ ഇടക്കൊക്കെ. ഇപ്പം അവധിയായതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാവും. നീ അത് ശരിവെച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു സ്ത്രീയും തന്നെക്കാൾ 1-2 വയസ്സ് മൂപ്പുള്ള ഒരു പെൺകുട്ടി അവിടെ കയറി വരുന്നുണ്ടായിരുന്നു. ആ ഇതേച്ചി ഞാൻ പറഞ്ഞേ, സച്ചിങ്ങളുടെ ഭാര്യയും മകൾ അപർണി. ആൻറ്റി കുറച്ച് സീനായിട്ടോ. സാരല്ല, നമ്മൾ മൈൻഡാക്കണ്ടിരുന്നാൽ മതി. അപ്പു പിന്നെ പാവ, അവിടെയൊന്നും കൂട്ടല്ലേ കേട്ടോ. ഇവളെ കൊണ്ട് അച്ചുവേട്ടനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എല്ലാവർക്കും. പക്ഷെ എന്തോ നടന്നില്ല. ശിവ അത് പറഞ്ഞു. നീ അല്പം ഭയത്തോടെ ആ സ്ത്രീയെ നോക്കി. അവരുടെ മുഖത്ത് തെളിഞ്ഞാടുന്ന പുച്ഛം നിഹയെ അസ്വസ്ഥയാക്കി. പക്ഷേ കൂടെയുള്ള പെൺകുട്ടിയുടെ മുഖത്തെ പുഞ്ചിരി അവളെ സമാധാനപ്പെടുത്തി. എന്താ ആൻറ്റി ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ശിവ എന്തോ ഉള്ളിലൊതുക്കിയ പോലെ ചോദിച്ചു. നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്തിനാ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇടങ്ങണാൽ നീഹയെ നോക്കിയാണ് അവരത് പറഞ്ഞു. തലാഴ്ത്തുന്നതിനാൽ അവരുടെ മുഖഭാവങ്ങളും നീഹ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശിവ ഓരോന്നും വീക്ഷിക്കുന്ന തിരക്കിലാണ്. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞ്? ഇന്ന് അച്ചുവേട്ടൻ്റെ കല്യാണം ആയിരുന്നില്ലേ? ആൻറ്റിയെ കണ്ടില്ലല്ലോ. ഇതാ അച്ചുവേട്ടൻ്റെ പെണ്ണ് നിഹാര. അതും പറഞ്ഞ് നിഹയെ അവൾ മുന്നിലോട്ട് പിടിച്ചു നിർത്തി. അച്ചുവേട്ടൻ്റെ പെണ്ണ്. ആ വാക്കിൽ നിഹയുടെ ഉള്ളം കുരുങ്ങിക്കിടന്നു. ഉള്ളിലെവിടെയോ ആ വാക്കൊരു കുളിർ പരത്തിയെങ്കിലും അവന്റെ അവസ്ഥയോർത്ത് പൊടുന്നനെ അത് പൂർവാവസ്ഥയിലെത്തി. അപർണ മുഖമുയർത്തി നിഹയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ചു. അച്ചുവിൻ്റെ കല്യാണോ? രേവതി ഒരു പരിഹാസ്യരിയോടെ പറഞ്ഞു. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞ്? അല്ല, ഈ കല്യാണമൊക്കെ വെറുതെ ഒരു മൂടോടെ മാത്രമല്ലേ ശിവ. അവൻ്റെ അസുഖം മാറാൻ അവളെ പരിചരിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുപോയി എവിടുന്നോ ഒരു ദരിദ്രവാസിപ്പെടിനെ കൊണ്ടുവന്നു. ബോധമില്ലാത്ത അച്ചുവിനെ കൊണ്ട് താലി കെട്ടിച്ചു എന്ന് കരുതി ഇതൊക്കെ ഒരു വിവാഹമാവോ? ഇവൾ അച്ചുവിൻ്റെ ഭാര്യയാവോ? ഓർമ്മ വരുമ്പോൾ ഇവൾ അവൻ തന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഒരു മനസ്സാക്ഷ്യമില്ലാതെ എടുത്തടിച്ച പോലെ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ കേട്ടതും ശിവയും നീഹ ഒരുപോലെ ഞെട്ടിപ്പോയി. നീയുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ വിറകൊണ്ടു. തന്റെ കാൽ കീഴിലുള്ള ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ നീഹയ്ക്ക് തോന്നി. ഒരു നിമിഷം ശിവ പോലും നിശ്ചലയായി പോയി. രേവതി എന്നും പറയാൻ മടിയില്ലാത്ത ദുഷ്ടയായ സ്ത്രീയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നെങ്കിലും ഈ സാഹചര്യത്തിൽ പോലും അവരിത്രയും ക്രൂരമായി പെരുമാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. അവൾ നിഹയെ നോക്കിയപ്പോൾ തകർന്നടിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്ന ആ പെണ്ണ്. അവൾക്ക് ആ നിമിഷം നിഹയോട് വല്ലാത്തൊരു അലിവ് തോന്നി. തന്നെ പോലൊരു പെണ്ണാണ്, പാവം. ശിവ കോപത്തോടെ രേവതിയെ നോക്കി. അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കേ, എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? അപ്പോൾ അവർ അടക്കിർത്താൻ ശ്രമിച്ചു.
ഞാൻ സംസാരിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നീയാണോ അപ്പു? എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയായാലും ആരോടായാലും പറയും. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലെന്താ തെറ്റ്? സത്യമല്ലേ ഞാൻ പറഞ്ഞു? രേവതി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞതും അപ്പു ഒരു വല്ലായ്മയോടെ നിഹയെയും ശിവയെയും നോക്കി. രേവതി മതി, നിർത്ത്. ജയന്തിയുടെ ശബ്ദം കേട്ടതും രേവതി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. നാവിന് നിയന്ത്രണമില്ലാന്ന് കരുതി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയുന്നതാണോ നീ കരുതിയേക്കുന്നത്? അത് എടുത്തി ഞാൻ പറഞ്ഞ്. രേവതി നിന്ന് പരിങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രേവതിയെ രൂക്ഷമായി നോക്കി. നിന്റെ മോളുടെ പ്രായം പോലില്ലാത്തൊരു കൊച്ചു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു രേവതി? ഞാനതിന് വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ എടുത്തി. സത്യമല്ലേ ഞാൻ പറഞ്ഞ്? അച്ചുവിന്റെ ഇഷ്ടത്തിന് നടന്ന വിവാഹം എന്നല്ലല്ലോ ഇത്. അവന്റെ കല്യാണം കഴിഞ്ഞെന്ന് പോലും അവൻ അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? മതി നിന്റെ സത്യം പറച്ചില്. അഗ്നി സാക്ഷിയാക്കിയിട്ട് സകല ദൈവങ്ങളുടെയും മുമ്പിൽ വെച്ച് എന്റെ അച്ചു കിട്ടിയ താലിയാ ഈ കുട്ടിയുടെ കഴുത്തി കിടക്കുന്നത്. ആ നേരം മുതൽ ഇവളവന്റെ ഭാര്യ. ഇനി അവന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അവന്റെ അസുഖമൊക്കെ മാറി വരുമ്പോ നീ നോയിക്കോ. ഈ മോളെ അവൻ പൊന്നുപോലെ നോക്കും. എന്റെ അച്ചുവിനെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ. ജയന്തി കഠിനമായ സ്വരത്തോട് അത്രയും പറഞ്ഞു നിർത്തിയതും രേവതിയുടെ നാക്കിറങ്ങിയതുപോലെയായി. ശിവയുടെ മുഖമൊന്ന് വിടർന്നു. നീ അപ്പോഴും ചലനശേഷി നഷ്ടമായതുപോലെ നിൽക്കുകയായിരുന്നു. താൻ ആർക്കൊക്കെയോ വേണ്ടി പരിയാടാക്കപ്പെടുകയായിരുന്നു എന്ന സത്യം അവളെ ചുട്ടു നീറ്റി. അവർ പോയി കഴിഞ്ഞതും നേരുടെ ഉള്ളിൽ അവർ വാക്കുകൾ കൊണ്ട് ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് രക്തം കിരിഞ്ഞു തുടങ്ങിയിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോൾ ഊൺമേശക്കരികിൽ ചെന്ന് നിൽക്കുമ്പോൾ അച്ചുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മയോട് ആയത്തിനെ ചൊല്ലി എന്തൊക്കെയോ വാശിയാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ശ്രദ്ധ പെട്ടെന്നാണ് തനിക്ക് നേരെ വീണത്. കിളിക്കുഞ്ഞേ, ഇത്രയും സന്തോഷത്തോടെ വിളിച്ചു കഴിഞ്ഞാണ് അമ്മ അടുത്തുള്ള കാര്യം പാവത്തിന് ഓർമ്മ വന്നത്. പെട്ടെന്ന് ഇടം കണ്ടുകൊണ്ട് അമ്മയെ നോക്കി ഇരുകൈ കൊണ്ടും വാപ്പുത്തി പിടിച്ച് നിൽക്കുന്ന കണ്ട് അമ്മയെ നിഹയും ചിരിച്ചുപോയി. മോളിരുന്ന് കഴിക്ക്. ആൾക്ക് നേരെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഞാൻ എടുത്തോളാം അമ്മേ. തന്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറെടുത്ത് വിളമ്പതിനിടയിൽ നിർബന്ധിച്ച് അച്ചുവിനെ ആഹാരം കഴിപ്പിക്കുന്ന ജയന്തി അവളെ നോക്കി. ഇവിടെ വല്യമ്മയും അച്ചുവേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ അടുക്കളയിൽ സഹായത്തിൽ നിൽക്കുന്ന ലത ചേച്ചി രാത്രി വീട്ടിൽ പോകും. പിന്നെ ദേ ഇപ്പൊ നീ ചേച്ചി. ശിവ പറഞ്ഞത് അവൾ ഓർത്തു. അമ്മയാണോ ഏട്ടനൊന്നും കഴിപ്പിക്കുന്നേ? അല്ല മോളെ, അവൻ തന്നെ കഴിച്ചോളും. പക്ഷെ ചിലപ്പോഴൊക്കെ വാശിയാ. അപ്പൊ ഞാൻ വാരിക്കൊടുക്കും. ആ ഒരു വാത്സല്യത്തോടെ അച്ചുവിനെ നോക്കി പറഞ്ഞു. വളരെ മെല്ലെയാണ് നീഹ ഭക്ഷണം കഴിച്ചത്. ഇങ്ങനെ സ്വതന്ത്രമായിരുന്ന ആഹാരം കഴിച്ച് തന്റെ ഓർമ്മകളിൽ പോലും ഉണ്ടായിട്ടില്ല. എന്നും കഴിക്കാനെടുക്കുമ്പോൾ അമ്മായിയുടെയും അമ്മാവന്റെയും കുത്തി കുത്തിയുള്ള സംസാരവും മുറുമുറുപ്പും കേൾക്കുമ്പോഴേ വിശപ്പ് കിട്ടുപോകുമായിരുന്നു. ആ വീട്ടിലെ സകലമാന ജോലിയും ചെയ്തു തീർത്തതിന് ശേഷം മാത്രമാവും തനിക്ക് കഴിക്കാൻ അവസരം തരിക. അതും എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം. ആ ഓർമ്മകളിൽ ഒരു ഗദ്ഗതം അവളുടെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. കഴിക്കുന്നൊന്നും ഇറങ്ങാത്ത പോലെ. കണ്ണു നിറഞ്ഞിരിക്കുന്ന കണ്ട് ജയന്തി അമ്മളോട് കാര്യം നിരക്കി. എങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ആരും കഴിച്ചു കഴിഞ്ഞ് പോയിരുന്നു. അവിടെ ഇവിടെയും താളം ചവിട്ടി നിൽക്കുകയാണ് നിഹ. പുതിയ വീട്, പുതിയ സാഹചര്യം, ഏറ്റവും പുതിയ ആളുകൾ. ഇങ്ങനൊരു അവസ്ഥയൊക്കെ ആ വീടിന് വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ അടച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മനസ്സ് അസ്വസ്ഥമാകാൻ പാകത്തിനുള്ളതായിരുന്നു. ഒരു ഗ്ലാസ് പാൽ അവൾക്ക് നേരെ നീട്ടുമ്പോൾ ജയന്തിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ നിഹ സ്തംഭിച്ചു പോയിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു വിറയൽ തന്നെ കീഴ്പ്പെടുത്തുന്നു അവൾ അറിഞ്ഞു. കുഞ്ഞുകുട്ടികളെ പോലെ പെരുമാറുന്ന ഒരാളുടെ അരികിലേക്കാണെങ്കിലും അവളെ അത് ഭയപ്പെടുത്തി. മോള് പേടിക്കണ്ട, അവൻ ആരെയും ഉപദ്രവിക്കുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് കുട്ടിയെ. പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ചെയ്യുന്നതെന്നുള്ളൂ. മോള് ചെല്ല്. അവൾ അച്ചുവിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മുറിയോടടുക്കുമ്പോൾ അവളുടെ നെഞ്ച് ഉയർന്നു മിടിച്ചു. അറിയാം, തന്നെ താരി കിട്ടിയവനാണ്. ഇപ്പോൾ താളം തെറ്റിയ മനസ്സുള്ളവനാണ്. ഒരിക്കൽ മരണത്തിൽ നിന്ന് തന്നെ പൊതിഞ്ഞ് പിടിച്ചവനാണ്. തനിക്കായി പിറന്നവൻ. പക്ഷെ എന്തോന്ന് തന്നെ ഭയപ്പെടുത്തുന്നു. ഒരു പുരുഷന്റെ ഒപ്പം ഒരു മുറിയിൽ. അവൾക്ക് പേടി തോന്നിപ്പോയി. കൈകാലുകൾക്ക് വിറയൽ ബാധിച്ച പോലെ. മുറി തുറന്നകത്ത് കയറാൻ ഒരു വേള അവൾ ആശങ്കപ്പെട്ടു നിന്നു. എങ്കിലും ഇനി തനിക്ക് പിന്നോട്ട് പോകാനാവില്ല. എന്ത് തന്നെയാലും മുന്നോട്ട് പോകുക തന്നെ. മനസ്സിൽ ധൈര്യം സംഭരിച്ച് നിഹ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അകമൊക്കെ കാണാം, അത്രമാത്രം. പാൽ ഗ്ലാസ് മേശമേൽ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കൈകൾ രണ്ടും തലക്ക് താഴെ വെച്ച് ശാന്തമായി കണ്ണടച്ച് കിടന്നുറങ്ങുന്നവനെ കണ്ട് അവൾ നെഞ്ചത്ത് കൈവച്ച് ആശ്വസിച്ചു. ഉറങ്ങിയെന്ന് തോന്നുന്നു. മരുന്നൊക്കെ ഉള്ളതല്ലേ, അതിൻ്റെ ആവും, അവൾ തന്നെ മനസ്സിൽ പറഞ്ഞു. ഇനി തന്നെ പോലെ രണ്ടുപേർ കൂടി കിടക്കാനുള്ള സൗകര്യം ആ കട്ടിലുണ്ടായിരുന്നു. ഫാനിന്റെ കാറ്റിൽ ആര്യന്റെ മുടിഴകൾ അവനെ നെറ്റിമേൽ നൃത്തം വയ്ക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചുണ്ടിൽ ചെറുചിരിയുള്ള പോലെ അത്രയും ശാന്തമായിട്ടാണ് ഉറങ്ങുന്നത്. പതുപതുത്താ മെത്തയിലിരുന്നപ്പോൾ തന്റെ തഴപ്പായ വിരിച്ച ആ കട്ടിൽ അവൾക്ക് ഓർമ്മ വന്നു. രാവുകളിലെ തന്നെ കണ്ണുനീരേറ്റു വാങ്ങിയ ആ തലയിണ എല്ലാം ഓർത്തുകൊണ്ട് അവൾ അവനിൽ നിന്ന് കുറച്ച് മാറിക്കിടന്നു. രാവിലെ മുതൽ ഇങ്ങനെ ഒതുങ്ങുന്നതിന്റെ ക്ഷീണം കാരണമാവാം കണ്ണുകളെ തഴുകി ഇത്ര അതിവേഗം എത്തിയിരുന്നു. കണ്ണുകൾ അടഞ്ഞുപോയ നിമിഷത്തിൽ എപ്പോഴോ തന്റെ വയറിന് മീതെ ബലിഷ്ടമായ ഒരു കൈ മുറുകുന്നതറിഞ്ഞ് നിഹ ഞെട്ടി കണ്ണു തുറന്നു.
തന്റെ ശരീരത്തിന് മേൽ പതിച്ച കൈകളുടെ ഉടമയെ അറിയാമായിരുന്നെങ്കിലും എവിടെയോ ഒരു ഉൾഭയം നീയെ പൊതിഞ്ഞു. ആ കൈകളുടെ ചൂട് മുമ്പ് താൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അതേപോലെ ആ ഇളം ചൂട് തന്നെ പുൽകിയിരിക്കുന്നു. അവൾ തിരികെ ആര്യൻ അഭിമുഖമായി കിടന്നു. കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണെങ്കിലും അവൻ ഉറങ്ങിയില്ലെന്ന് നീഹയ്ക്ക് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലായി. കൊച്ചുകുട്ടികൾ കാണിക്കും പോലെ അവൻ ഇമകൾ മുറുക്കി അടച്ച് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ലപോലെ ചലിക്കുന്നുണ്ട്. കൂടാതെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന കുഞ്ഞ് പുഞ്ചിരിയും. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ നിമിഷം ആര്യന്. ആ രണ്ട് വെളിച്ചത്തിൽ അവന്റെ മുഖത്തിന്റെ ഭംഗി അവൾ ആവോളം നോക്കി കാണുകയായിരുന്നു. അവൻ കാണിക്കുന്ന കുറുമ്പെല്ലാം അവളിൽ നനുത്ത ശരിക്ക് കാരണമായി. പക്ഷെ അവളിൽ അവന്റെ പിടിമുറുക്കുന്ന നിഹ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചോരം ചേർത്ത് കിടത്താനായിട്ടാണ് അവൻ അവളെ തന്നിലേക്ക് അടുപ്പിക്കുന്നത്. എന്റെ അച്ചുവേട്ടാ, എന്തീ കാണിക്കുന്നത്? എന്നെ വിട്ടേ, വിട്ട്. നീ ആ കൈകൾ അല്പം ബലം പിടിച്ച് അടർത്തി മാറ്റുന്നതിനൊപ്പം അവനോടായി പറഞ്ഞു. പക്ഷെ അവളുടെ വാക്കുകൾ കേട്ടതും ആര്യം പൊടുന്നനെ കണ്ണു തുറന്നു. ചുണ്ടിലെ ചിരി അപ്രത്യക്ഷമായിരിക്കുന്നു. നീയൊക്കെ ഒരു നിമിഷം പേടി തോന്നിപ്പോയി അവന്റെ കണ്ണുകളിലെ നിസ്സംഗ ഭാവം കണ്ട്. എന്നെ ഇഷ്ടമല്ലേ? നേർത്തു പതിഞ്ഞ സ്വരം. നീയും ഒരു നിമിഷം നിശ്ചലയായി. പറ കിളിക്കുഞ്ഞ്, എന്നെ ഇഷ്ടമല്ലേ? പുറപ്പ് ചുരുട്ടിക്കൊണ്ട് കുഞ്ഞു പിള്ളേരെ പോലെ അവൻ ചോദിച്ചു. അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മുന്നിൽ കുറുമ്പ് കാണിക്കുകയും പരിഭവിക്കുകയും ചെയ്യുന്ന ആര്യനെ കാണെ നീയൊക്കൊരു മകനോടെന്ന പോലെ വാത്സല്യം തോന്നി. പരിഭവത്തോടെ കൂർപ്പിച്ചു പിടിച്ചിരിക്കുന്ന നേർത്ത ചുണ്ടുകളിൽ അമർത്തിയൊരു മുത്തം കൊടുക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. ഒപ്പം ഇയാളെ മാത്രമേ നീക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറയാനും തോന്നി. വിതുമ്പുന്ന ചുണ്ടുകളും ചെറുതായി നനഞ്ഞ കണ്ണുകളും അവളിൽ നിന്ന് നൊമ്പരം പടർത്തി. തന്റെ ഉത്തരത്തിനായി കാതോർത്തിരിക്കുകയായിരുന്നവൻ. ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോ, എനിക്ക് കാണണ്ടോ. എന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല. വേദന പകരുന്ന ഓർമ്മകളിൽ അവൻ പുലമ്പി. ഒപ്പം അവൾക്കെതിരായി തിരിഞ്ഞിരുന്നു. അവൻ പോവാൻ പറഞ്ഞപ്പോൾ ഹൃദയത്തിലെവിടെയോ ഒരു നനുത്ത നോവ് പടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. സ്നേഹിക്കാൻ പേടിയാണ് തനിക്ക്. ഒരുപാട് വേദന സഹിച്ചാണ് ഇതുവരെ താൻ എത്തിയത്. ഒരു കടലോളം സ്നേഹം ലഭിച്ചിട്ട് അതിൽ തന്നെ ശ്വാസം കിട്ടാതെ താൻ മുങ്ങി മരിച്ചു പോകുമോ എന്ന് അവൾക്ക് ഭയം തോന്നി. താഴെ വന്ന ആ സ്ത്രീ പറഞ്ഞ പോലെ എന്തെങ്കിലും തന്നെ തള്ളിപ്പറയായിരിക്കുമോ? വേണ്ടെന്ന് പറയുമായിരിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? മരിച്ചു പോവുകയുള്ളൂ. അവളുടെ മനസ്സ് അലറി കരഞ്ഞു. അതിന്റെ പ്രതിഫലനം എന്നോണം കണ്ണുകളിൽ നിന്ന് ധാരയായി കണ്ണുനീര് പൊഴിഞ്ഞു തുടങ്ങി. അയ്യോ, കിളിക്കുഞ്ഞ് കരയാണോ? ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. എനിക്കിഷ്ടോ, ഒരുപാട് ഇഷ്ടോ. എങ്ങും പോകണ്ട, ഞാൻ എങ്ങോട്ടും വിടൂലട്ടോ. നീയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ആവലാതിയോട് ആര്യൻ പറഞ്ഞു. അവന്റെ കൈത്തല മുഖത്ത് പതിച്ചതും അവളിൽ നിന്ന് ഞെട്ടലുണ്ടായി. തനിക്ക് വേണ്ടി സങ്കടപ്പെടുന്ന, താൻ കരയുമ്പോൾ ദുഃഖിക്കുന്ന ഒരാള് ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് അവളിൽ നേരിയ ആശ്വാസം പടർത്തി. ഉടനെ നീ ആര്യനെ കെട്ടിപ്പിടിച്ചു. അവന്റെ മുഖം തന്നെ മാറിലേക്ക് ചേർത്തു പിടിച്ചു അവൾ. അപ്പോഴും ചെറുതായിട്ട് അവൾ കരയുന്നുണ്ടായിരുന്നു. അവിടെ ആ പെരുമാറ്റത്തിൽ അവനും ഭയന്നു പോയിരുന്നെങ്കിലും ആ മാറിലെ ചൂടിൽ പറ്റിച്ചേർന്നിരുന്നു. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ കൈകളാ. നീയുടെ ദൈവ, എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് ഈ അച്ചുവേട്ടനെ. കരയുന്നതിനൊപ്പം അവൾ അവനെ മുറുകെ പിടിച്ച് പറഞ്ഞു. അച്ചുവിന് അവൾ പറഞ്ഞ ചിലതൊന്നും മനസ്സിലായില്ലെങ്കിലും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആര്യന് ഒരുപാട് സന്തോഷമുണ്ടാക്കി. എന്നോട് പോവാൻ പറയരുത്, എന്നെ ഒരിക്കലും വേണ്ടാന്ന് പറയരുത് അച്ചുവേട്ട. നീക്ക് പോകാനൊരിടവുമില്ല, ചെന്നാൽ ചേർത്ത് നിർത്താനും ആരുമില്ല. അവൻ്റെ ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ സങ്കടപ്പെട്ടു. എന്നോ കണ്ണിൽ പതിഞ്ഞുപോയ ആ നക്ഷത്രമിഴികളോട് ആരാധനയോടൊപ്പം തനിക്കടങ്ങാത്ത പ്രണയം ഉണ്ടായിരുന്നുവെന്ന് നീ അപ്പോഴാണ് മനസ്സിലാക്കിയത്. കരയാതെ കിളിക്കുഞ്ഞെ, എനിക്ക് സങ്കടാവട്ടോ. ഞാൻ എന്തിനെന്റെ കിളിക്കുഞ്ഞിനെ വേണ്ടാന്ന് പറയുന്നേ? അമ്മ പറഞ്ഞല്ലോ ഇനി നീ ഇവിടെ താമസിക്കുന്നെന്ന്. എന്റെ കൂടെ എങ്ങും പോരാന്ന് പറഞ്ഞല്ലോ. ഈ കിളിക്കുഞ്ഞെന്റെ ഭാര്യയാണെന്നാ കുട്ടും പറഞ്ഞേ. ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. നല്ലോണം നോക്കിക്കോണെന്നാ കുട്ടു പറഞ്ഞേക്കണേ. ഞാൻ നോക്കിക്കോളാട്ടോ, എങ്ങും പോകണ്ട. അവൻ അവളുടെ കവിളിൽ അമർത്തി ഉമ്മവെച്ചുകൊണ്ട് പറഞ്ഞതും നീ തരിച്ചിരുന്നു പോയി. അവൻ ഉമ്മവെച്ചിടത്ത് അവളുടെ കൈകൾ മെല്ലെ തലോടി. ഇനി എന്തിനാ കരയുന്നേ? ഇനി കരയില്ലേ, ഞാൻ ഉമ്മന്നല്ലോ. അമ്മയും ഇങ്ങനെയാ, ഞാൻ ഉമ്മ കൊടുത്ത അമ്മയും കരച്ചു തീർത്തും. അവനത് പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകളോട് അവൾ പുഞ്ചിരിച്ചു. ആര്യന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അന്നോളം അറിയാത്തൊരു സുരക്ഷിതത്വം അവൾ അറിഞ്ഞു. ആ ഹൃദയം ഇപ്പോൾ മിടിക്കുന്നത് തന്റെ പേരാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഇരുവരും മിഴികളടക്കുമ്പോൾ മറ്റു ചിലർ ഇവർക്കായി കെണിയൊരുക്കാൻ വേണ്ടി ഉറക്കമിളക്കുകയായിരുന്നു. കാത്തിരിക്കാം ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.